വലിയ വിശ്വാസം. അങ്ങനെ അതെന്നാ വലിയ വിശ്വാസം? മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കാൻ നടന്നൊരു കാര്യം പറയാം. ആക്സിഡന്റിൽപ്പെട്ട് ഭർത്താവ് മരിച്ചു. മരിച്ച ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. ശവമടക്കാൻ കാര്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തിരുന്ന് കരയുന്ന സഹോദരിയുടെ അകത്ത് എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. അകത്തിരുന്ന് കരയുന്ന ഭാര്യ പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു, സ്റ്റോപ്പ്. പാട്ട് നിർത്ത്, ശവമടക്കം നടക്കില്ല. നിർത്തിക്കോ, എല്ലാം നിർത്തിക്കോ. ശവമടക്കാൻ വന്നവരും പാടാൻ വന്നവരും വീട്ടിനകത്ത് കൂടിയവരെല്ലാം സ്തംഭിച്ച് നിൽക്കുമ്പോ ഈ സഹോദരി പറഞ്ഞു, ആ പെട്ടിക്കകത്ത് കിടത്തിയ പോലെ കിടത്ത്. ആരുണ്ട് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ? ആരുണ്ട്? അത് പറഞ്ഞു, ഓക്കെ ഞങ്ങൾ റെഡിയാ. മോർച്ചറിയുടെ അകത്ത് കൊണ്ടുപോയി വെച്ചു. അവര് ചടക്കണ്ടേ? അവള് പറഞ്ഞു, വരട്ടെ, ഞാൻ പറയാം അടക്കാൻ. മൂന്നാമത്തെ ദിവസം തൊട്ടപ്പുറത്ത് റെയ്നാഡ് ഫോങ്കെ ഒരു ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുന്നു. ഇവളെന്നാ ചെയ്യുന്നറിയോ? ആ ശവം മോർച്ചറിക്കകത്ത് നിന്നെടുത്ത് ഒരു വാനിൽ കയറ്റി താഴെ പ്രസംഗിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ സ്റ്റെപ്പ് കയറ്റി മുകളത്തെ നില കൊണ്ടുവന്ന് 3 ദിവസം കഴിഞ്ഞ് ഡെഡ് ബോഡി വെച്ചു. എന്നിട്ട് ദൈവദാസം പ്രസംഗിക്കുമ്പോ ഈ വിശ്വസിക്കുന്ന ഭാര്യ കൈവച്ച് സ്വതന്ത്രം പറയാൻ തുടങ്ങി. ഭാഗ്യ പ്രസംഗിച്ച് നിങ്ങളുടെ റെയ്ന പൊങ്കയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇടയ്ക്ക് പ്രസംഗിച്ച് മുന്നോട്ട് വരുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയും. അങ്ങനെ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ഈ ശവമഞ്ചത്തിൽ കിടക്കുന്നവന്റെ ഹാർട്ട് അടിക്കാൻ തുടങ്ങി. അവന്റെ ഹാർട്ട് അടിക്കാൻ തുടങ്ങി. അവന്റെ കൈകൾ ചലിക്കാൻ തുടങ്ങി. അവന്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടിക്കകത്ത് എഴുന്നേറ്റിരിക്കുന്നു. ഇത് ആമെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നതല്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആമെ നമ്മുടെ ചെവിയിൽ കേൾക്കത്തക്ക രീതിയിൽ, കാണത്തക്ക രീതിയിൽ ദൈവം ചെയ്തതാണ്. എന്താ കാര്യം? ഒരു സഹോദരിയുടെ വിശ്വാസം. വിശ്വസിക്ക.